ഓഗസ്റ്റ് 10-ാം തീയതി അമ്മയുടെ പിറന്നാളായിരുന്നു. അമ്മ അത് മറന്നിരിക്കുകയായിരുന്നു. പക്ഷെ ഞാനത് ഓർത്ത് വെച്ച് കുഞ്ഞൊരു സെലിബ്രേഷൻ അറേഞ്ച് ചെയ്തു. ഞാനും അനിയത്തിയും കൂടെ തറവാട്ടിലേക്ക് പോയി അമ്മയുടെ അച്ഛൻ്റെ അടുത്തേക്ക് ഒരു കുഞ്ഞ് സദ്യ ഒരുക്കി. ഗോതമ്പ് പായസം, അവിയൽ, സാമ്പാർ, ഒരു ചെറിയ ഉപ്പേരി, പപ്പടം, അത്രയേ ഉള്ളൂ. ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പാറുമോൾ അത് കട്ട് ചെയ്യാനായിട്ട് അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചു. ചെറിയൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അച്ഛനും അമ്മയ്ക്കും മധുരം അധികം കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് സിമ്പിളായിട്ടൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് മധുരം കുറച്ചിട്ട് വാങ്ങി. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും പാൽപ്പേടയും കൂടെ വാങ്ങിച്ചു, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട്. ഗണാഷ് കേക്കുകൾ നമ്മൾ ഒഴിവാക്കി ഇത്തവണ. കേക്ക് കട്ടിങ് സെറിമണിക്ക് വേണ്ടിയിട്ട് എല്ലാവരും കട്ട വെയിറ്റിങ്ങിലാണ്. എൻ്റെ മോള് ക്യാൻഡിൽസൊക്കെ അറേഞ്ച് ചെയ്തു. ഞങ്ങളുടെ വീട്ടിൽ 5 ഉണ്ണികളുണ്ട്. ഇവരൊക്കെയാണ് ഞങ്ങളുടെ റോക്ക് സ്റ്റാർസ്. കേക്ക് കട്ട് ചെയ്യാനായിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി അച്ഛനും അമ്മേനെയും കാണാൻ ഇന്ന് നല്ല ഭംഗിയുണ്ട്. കാരണം ഇതുപോലുള്ള ആഘോഷങ്ങൾ, അവരുടെ ബർത്ത്ഡേയ്സൊക്കെ അവർ പോലും മറന്നിരിക്കുന്ന ആ ഒരു പിറന്നാൾ നമ്മൾ ഓർത്ത് വെച്ച് ഒരു സെലിബ്രേഷൻ അറേഞ്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നമ്മുടെ അച്ഛനും അമ്മയും തന്നെയാണ്. പക്ഷേ എൻ്റെ അമ്മയ്ക്ക് കേക്ക് കട്ട് ചെയ്യാൻ അത്ര എക്സ്പീരിയൻസ് പോരാ. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഫസ്റ്റ് പീസ് തന്നെ താഴെ വീണു. പക്ഷെ അച്ഛൻ അത് അഡ്ജസ്റ്റ് ചെയ്തു. ഇതാണ് ഏറ്റവും സന്തോഷം തരുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത്. എൻ്റെ മോനാണ് നടുക്ക് നിൽക്കുന്നത്. എൻ്റെ അച്ഛനും അമ്മയുടെയും പെറ്റാണ് അവൻ. ഈ ഒരു കേക്ക് കട്ടിങ് കഴിഞ്ഞിട്ട് ആ കേക്ക് ഫുൾ അറ്റാക്ക് ചെയ്യാനാണ് അവൻ അവിടെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നത്. ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കേക്കുകൾ. ഭയങ്കര ഇഷ്ടമാണ് അവന്. ഇനി അമ്മയ്ക്ക് കേക്ക് കൊടുക്കുന്ന ചടങ്ങാണ്. ഇത്രയും കുട്ടികൾ, ഞങ്ങൾ 2 മക്കളും എല്ലാവരും കൂടെ അമ്മയ്ക്ക് കേക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ മധുരം തലയ്ക്ക് പിടിച്ചു. പാൽപ്പേട കഴിഞ്ഞു കേട്ടോ. ഓൺ ദ സ്പോട്ടിൽ തന്നെ പാൽപ്പേട പോയി. ഇനി അടുത്തത് ചോക്ലേറ്റും കേക്കും കൂടെയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം അത് ഫിനിഷ് ചെയ്യാൻ. എല്ലാവർക്കും ഓരോരുത്തരായിട്ട് അമ്മയ്ക്ക് കേക്ക് കൊടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ മോൻ ഏറ്റവും വലിയ പീസ് അതിൽ നിന്ന് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ക്യാൻഡിൽസൊക്കെ ഊരി മാറ്റി കട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന്. അങ്ങനെ കേക്ക് കട്ടിങ് സെറിമണി തീർന്നു. ഇത് മിഠായി എറിയുന്ന ചടങ്ങാണ്. ഞങ്ങളുടെ വീട്ടിൽ ഇത്രയും പേരുടെ ബർത്ത്ഡേയ്സ് ആഘോഷിക്കുമ്പോഴൊക്കെ ഞങ്ങൾ മിഠായി ഇങ്ങനെ എറിയും. എല്ലാവരും കൂടി ഒന്നിച്ച് പറക്കും. അങ്ങനെയാണ്. ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയുടെയൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു. ഞങ്ങളൊപ്പം നിന്നെടുത്തു. ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. എല്ലാവരും നല്ല ക്യാമറാമാൻമാരാകുന്ന ഒരു മൊമെൻ്റാണിത്. അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. ആദ്യം കുട്ടികൾക്കും എൻ്റെ അച്ഛനുമാണ് കൊടുക്കുന്നത്. എല്ലാവരും കൂടി ഇരുന്നപ്പോൾ അമ്മയ്ക്ക് ഇരിക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് അമ്മ ഞങ്ങളുടെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി സദ്യ കഴിക്കാനായിട്ട് തുടങ്ങി. ഒന്നിച്ചിരുന്നിട്ടുള്ള ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കുന്ന ആ ഒരു ടൈം ഭയങ്കര രസമാണ്. തമാശകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഭക്ഷണത്തിന് കുറച്ചും കൂടി ഒരു സ്വാദ് കൂടുന്ന ഒരു എക്സ്പീരിയൻസാണ് ആ സമയത്ത്. എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. അത് കഴിഞ്ഞ് പാറുക്കുട്ടിയുടെ കുറച്ച് ഫോട്ടോസും കൂടെ ഞങ്ങളെടുത്തു. അങ്ങനെ അമ്മയുടെ ബർത്ത്ഡേ നല്ല അടിപൊളിയായിട്ട് ആഘോഷിച്ചു.